കരഞ്ഞുകൊണ്ടല്ലാതെ കർബലയുടെ ചരിത്രം നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല. അത്രമേൽ ക്രൂരതയുടെ ഏടുകളാണ് കർബലയുടെ ചരിത്രത്തിൽ അവശേഷിക്കുന്നത്. പ്രവാചകന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും അത്രമേൽ ക്രൂരതയോടെയാണ് കർബലയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ചരിത്രത്തിലെ കണ്ണീരുണങ്ങാത്ത ആ മുറിപ്പാടുകളുടെ കഥ. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലിരിക്കുന്ന സമയത്താണ് ഇസ്ലാമിക ലോകത്തിന്റെ അധികാരമായിട്ട് മദീനയിൽ നിന്ന് അത് കൂഫയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. പിന്നീട് അവിടെയായിരുന്നു ഇസ്ലാമിക ലോകത്തിന്റെ തലസ്ഥാനം. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് വരുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. പലർക്കും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്തിലേക്ക് അധികാരമാക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഹസൻ റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തത്. വളരെ സുരക്ഷിതമായിട്ടുള്ള ഇസ്ലാമിക ഭരണം തന്നെയായിരുന്നു അക്കാലത്ത് തുടർന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചരിത്രം പിന്നീട് മാറുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷമാണ്. അദ്ദേഹം ഭരണം ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള യസീദിനെ ആയിരുന്നു. യസീദിന് ഭരണം ഏൽപ്പിക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ഇസ്ലാമിക ലോകത്തിന്റെ അധികാരമാണ് നിന്റെ കൈകളിൽ വെച്ച് തരുന്നത്. അതുപോലെ തന്നെ നീതിപരമായിട്ടുള്ള ഭരണം തന്നെയാണ് കഴിഞ്ഞുപോയ ഖിലാഫത്തുമാരുടെ ഖലീഫമാരുടെ മാതൃക ആയിട്ട് വേണം ഭരണം നടത്തേണ്ടത്. മാത്രമല്ല അഹ്ലു ബൈത്തിനെ അത്രയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവുമായിട്ട് ഒരു കാര്യവും ചർച്ച ചെയ്യാതെ ഒരു കാര്യവും നീ തീരുമാനിക്കരുത് എന്ന വലിയ ഉപദേശമായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് തന്റെ മകൻ യസീദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് യസീദ് അതെല്ലാം തലകുലുക്കി ശരി വെക്കുന്നുണ്ടെങ്കിലും ചരിത്രം പിന്നീട് കാണുന്നത് അങ്ങനെ ആയിരുന്നില്ല. ഭരണം തുടർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അനീതിയും അക്രമവും എല്ലാം അവിടെ അധികരിച്ചു വരാൻ തുടങ്ങി. കൂഫയിലെ ജനങ്ങൾക്ക് പൊറുതി മുട്ടാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഖലീഫയുടെ കീഴില് ഭരണം മുന്നോട്ട് പോകില്ല എന്ന് പലരും വേദനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ക്രൂരതകൾ ഏറി വന്നതോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തന്റെ താമസം മാറ്റുന്നത്. ആ സമയത്താണ് യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കത്തയക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ മദീനയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം, പക്ഷേ പോകാൻ ആവശ്യമായ ഒരു ചില്ലി കാശ് പോലും ഭരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് യസീദ് പറയുന്നത്. ഇത് സംഭവിച്ചുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് മാറ്റുകയാണ്. മദീനയിലെത്തിയതോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വൻ സ്വീകരണമാണ് മദീനക്കാർ നൽകുന്നത്. അവരുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പേരക്കുട്ടിയെ വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത്. ഒരുപാട് പേര് യസീദിന്റെ ഭരണം കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിനോടൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം അധികാരത്തോടുള്ള ആഗ്രഹം കാരണമല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ ഈ വാർത്ത യസീദിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഇത് അറിഞ്ഞ ഉടനെ യസീദ് അതിനെതിരെയുള്ള കാർണികങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെയും എത്തിയപ്പോൾ തനിക്ക് സമാധാനമല്ല എന്ന് മനസ്സിലായതോടെ മക്കയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ താൻ നേരിട്ടതോടെ മക്കയിലേക്ക് പോകാവുന്ന അവസരത്തില് തന്റെ പ്രിയപ്പെട്ട വല്യപ്പയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്ന് കുറെ നേരം പ്രാർത്ഥിക്കുന്നുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതിനുശേഷമാണ് അവര് മക്കയിലേക്ക് പോകുന്നത്. മക്കയിലെ അക്കാലത്തെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഇവിടെ തന്നെ പോലെ വലിയ സ്വീകരണമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരുക്കിയിരുന്നത്. മാത്രമല്ല അവർ പറയുന്നുണ്ട് അങ്ങ് ഇവിടെ ഖലീഫയായി മാറണം എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് നിർബന്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിനൊന്നും തയ്യാറാവുന്നില്ല. പിന്നീടാണ് ചരിത്രത്തിൽ നടക്കപ്പെട്ട രണ്ട് പ്രധാന സംഭവങ്ങൾ നടക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടി ഒരുപാട് കത്തുകൾ വരുന്നുണ്ട്. ചരിത്രം പറയുന്നത് 1000ഓളം കത്തുകളാണ് കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിലെല്ലാം ഉണ്ടായിരുന്ന ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഇസ്ലാമിക ലോകത്തിന്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കണം. ക്രൂരതയുടെ, അക്രമത്തിന്റെ, അനീതിയുടെ ഈ ഭരണം യസീദിനെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അങ്ങ് ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് കത്തുകള് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടുണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിനൊന്നും മറുപടി അയക്കുന്നില്ല. ഏറെ നാളുകൾ കഴിഞ്ഞപ്പോ അവസാനമായിക്കൊണ്ട് കുഫയിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് വരുന്നുണ്ട്. അങ്ങ് ഇനിയും ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ, അങ്ങ് ഇനിയും ഖിലാഫത്ത് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ക്രൂരമായ യസീദിന്റെ ഭരണത്തിൽ അങ്ങ് കൂട്ടുനിന്നുവെന്ന് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച് ഞങ്ങൾ പറയുമെന്ന്
ഒരു കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടി വന്നതോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏറെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ഭരണത്തിന് കൂട്ടുനിന്നു എന്ന കാര്യം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഞാൻ കേൾക്കുമ്പോ എനിക്ക് മറുപടി ഒന്നും ഇല്ല എന്ന ഏറെ ദുഃഖത്തോടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുന്നത്. താൻ കൂഫയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞതോടെ തന്റെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ എതിർത്ത് നിൽക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ആളുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. വളരെ മോശപ്പെട്ട സ്വഭാവക്കാരാണ് അവര്. അതുകൊണ്ട് അങ്ങ് അവിടേക്ക് പോവരുതെന്നും ഒട്ടും സുരക്ഷിതമല്ലെന്നും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കത്ത് വന്നതുകൊണ്ട് മാത്രം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ താൻ മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ട് മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും ഒരു അധികാര കൊതിയുടെ മേൽ നടന്ന യാത്രയായിരുന്നില്ല അത്. താൻ പോകുന്നതിന് മുമ്പ് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ദൂതനായിക്കൊണ്ട് കൂഫയിലേക്ക് അയക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോവുകയും ഹാനി എന്ന് പറയുന്ന ആളുടെ വീട്ടിലായിരുന്നു ആ കാലത്ത് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോ വലിയ സ്വീകരണമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ദൂതന് അവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മക്കയിലേക്ക് കത്തയക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികള് വളരെ അക്രമകരമായിട്ടാണ് അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അതുകൊണ്ട് ഇവിടെ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കത്ത് മക്കയിൽ എത്തിയ ഉടനെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തോടൊപ്പം യാത്ര പോവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഭരണത്തിലിരിക്കുന്ന യസീദിനേക്കാൾ ക്രൂരനായിരുന്നു അവിടുത്തെ ഗവർണർ ആയിരുന്ന ഇബ്നു സിയാദ്. ഈ കാര്യങ്ങളൊക്കെ ഇബ്നു സിയാദ് അറിയുന്നുണ്ട്. ഉടനെ തന്നെ ഇത്രയും സ്വീകരണം നൽകിയ ഹാനിയെ തന്റെ പട്ടാളക്കാരോട് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിയാദ് പറയുകയാണ്. അങ്ങനെ ഹാനിയെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ജയിലിൽ അടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ ഒരു കുടിലിലാണ് അവര് അഭയം പ്രാപിക്കുന്നത്. ആ കുടിലിന്റെ വാതിൽ മുട്ടുമ്പോൾ ഒരു വൃദ്ധയായ മാതാവ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതനാണ്. എനിക്ക് സംരക്ഷണം നൽകിയിരുന്ന ഹാനി എന്നവരെ സിയാദ് എന്നവർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ജീവനും വളരെ ആപത്താണ്, എന്നെ നിങ്ങൾ രക്ഷിക്കണമെന്നൊക്കെ ആ മാതാവിനോട് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കാരണം ഇവരെ സ്വീകരിക്കുകയാണ്. ആ സമയത്താണ് ഈ കുടിലേക്ക് അവരുടെ മകൻ എത്തുന്നത്. ആ മകൻ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ ഇത് ആരാണ്? ആ സ്ത്രീ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ മകൻ അറിയുന്നത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊടുത്താല് വളരെ വലിയ സമ്പത്താണ് സിയാദ് എന്നവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ സ്ത്രീയുടെ മകൻ അദ്ദേഹത്തെ ഒറ്റി കൊടുക്കുകയാണ്. അങ്ങനെ യസീദിന്റെ പടയാളികള് വന്നിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ കുടിലിൽ നിന്ന്. അവസാനം ജയിലിൽ കിടക്കുന്ന ഹാനിയെയും മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും കൊന്നുകൊണ്ട് അവരുടെ തല കൊട്ടാരത്തിന്റെ ഗേറ്റിന് മുന്നിൽ തൂക്കിയിടുകയാണ്. അത് വളരെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു. ആരെങ്കിലും യസീദിന്റെ ഭരണത്തിന് കൈ ഉയർത്തിയാൽ അവരുടെ ഫലം ഇതുപോലെ ആയിരിക്കും എന്ന വലിയ പ്രഖ്യാപനമാണ് അതുവഴി ഇബ്നു സിയാദ് നടത്തുന്നത്. വളരെ കർശനമായ സാഹചര്യമാണ് പിന്നീട് കൂഫയിൽ നടക്കുന്നത്. പക്ഷേ ഈ സംഭവം ഒന്നും അറിയാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത്. മക്കയിൽ നിന്ന് യാത്ര വരുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കഅബയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹ്, ഞാൻ വളരെ വലിയ ദൗത്യത്തിന് വേണ്ടി ഇന്ന് പുറപ്പെടുകയാണ്, നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഒരുപാട് നേരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയാണ് 72 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു സംഘമായിക്കൊണ്ട് 212 ആളുകളുമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ കൂഫയിലേക്കുള്ള വഴി ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ ഹൂർ എന്ന് പറയുന്ന ഒരു സൈനികനെ കാണുന്നുണ്ട്. അഥവാ ഇബ്നു സിയാദിന്റെ അവിടുത്തെ സൈന്യത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. പ്രവാചകന്റെ പേരക്കുട്ടിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് എവിടെ കണ്ടാലും കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടാണ് ഇവരെ അദ്ദേഹം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ പേരക്കുട്ടിയായതുകൊണ്ട് താങ്കളെ കൊന്നുകളയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂഫയിലെ അവസ്ഥ വളരെ കലുഷിതമാണെന്നും അങ്ങും കുടുംബവും തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു പറയുകയാണ്, ഇത്രയും വലിയ ഭരണം ഇവിടെ നടക്കുമ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ അത് ഇസ്ലാമിക ഭരണത്തിന് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവർ യൂഫ്രട്ടീസ് നദിയുടെ കരയിലുള്ള കർബല എന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് 1000-ഓളം അടങ്ങുന്ന സൈന്യവുമായിട്ടാണ് ഇബ്നു സിയാദ് അവിടേക്ക് എത്തുന്നത്. അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി. മുഹറം 1-നായിരുന്നു ഈ സംഭവം ആരംഭിക്കുന്നത്. ആഴ്ചകളോളമുള്ള ഉപരാധമാണ് പിന്നീട് അവിടെ നടക്കുന്നത്.
ആൾബലത്തിൽ വളരെ തങ്ങൾ മുമ്പിലാണെങ്കിലും ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവുമായിട്ട് തങ്ങൾക്ക് യുദ്ധം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ തലവനായിരുന്ന ഉമർ സാദിന് യസീദിന്റെ കത്ത് വരുന്നുണ്ട്, തന്ത്രം പ്രയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് അവരുടെ കുടിവെള്ളം നിഷേധിക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന നദിയിലുള്ള ഒരു തുള്ളി വെള്ളം പോലും എടുക്കരുതെന്നായിരുന്നു ഈ തലവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും സംഘത്തോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ അവരെല്ലാവരും ദാഹിച്ച് അവശരാവുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ആർത്തടിച്ച് കരയുകയാണ്. കാരണം ഒരാഴ്ചത്തോളം അവർ വെള്ളം കുടിക്കാതെ പട്ടിണിയാണ്. അവർ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളം മുഴുവനും കഴിഞ്ഞു പോയിരുന്നു. ഒടുവിൽ ദുരിതപൂർണമായ ദിവസങ്ങളായിരുന്നു അവരെ കാത്തിരുന്നത്. മുഹറം 10 അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ 1.5 വയസ്സുള്ള പിഞ്ചോമന അലി അസ്ഗർ വളരെ ദാഹിച്ച് കരയുകയാണ്. ഉടനെ ഇബ്നു സിയാദിന്റെ അടുത്ത് പോയിട്ട് ഇവർ വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മക്കളൊക്കെ ദാഹിച്ച് അവശരായി കരയുകയാണ്, അതുകൊണ്ട് തന്നെ യൂഫ്രട്ടീസിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ അനുമതി നൽകണമെന്നും ഈ ഉപരോധം ഒഴിവാക്കണമെന്നും ഞങ്ങള് അധികാരം മോഹിച്ചു വന്നതല്ല എന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കത്തുകൾ വന്നതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന പേടി കൊണ്ട് വന്നതാണെന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷെ അവരതൊന്നും ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല അവിടെ ഒന്ന് യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ യസീദിന്റെ ആളുകളിലുള്ള ഒരുപാട് ആളുകളെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഘം കൊലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ ക്രൂരമായ യുദ്ധം തുടർന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പടയാളികൾക്കോ കുടുംബക്കാർക്കോ ടെന്റിൽ കഴിയുന്ന ഒരുപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വെള്ളമില്ലാതെ അവർ കഴിയുന്നുണ്ട്. പല ആളുകളും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആ നദിക്കരയിലേക്ക് പോകുന്നുണ്ട്. എങ്കിലും അവരുടെ സൈന്യങ്ങൾ ഇവരതിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മകനായ അലി അക്ബർ തങ്ങളുടെ കൂടാരത്തിലേക്ക് വന്നുകൊണ്ട് ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, എനിക്ക് ഷഹാദത്ത് വേണം, ഞാൻ അതിലേക്ക് പുറപ്പെടുകയാണ് എന്ന് സമ്മതം ചോദിക്കാനാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അവനെ അതിലേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് യുദ്ധത്തിലേക്ക് പോകാനുള്ള സമ്മതം ചോദിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് വെള്ളമില്ല, അതുകൊണ്ട് എൻ്റെ മോൻ ഹൗലുൽ കൗസറിലേക്ക് ഓടി ചെന്നിട്ട് വെള്ളം കൊണ്ടുവരണം എന്നാണ് ഹുസൈൻ റളിയല്ലാഹു പറയുന്ന കൽപ്പന. ഉടനെ വാളെടുത്തുകൊണ്ട് അലി അക്ബർ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. 82 ആളുകളെയാണ് ആ മകൻ യുദ്ധ കളത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതെന്നാണ് ചരിത്രം പറയുന്നത്. ഏറെ നേരം കഴിഞ്ഞതിന് ശേഷം ആ മകനും അള്ളാഹുവിലേക്ക് യാത്ര പോവുകയാണ്. ദൂതനായി വന്ന മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മകനും അവിടെ ഷഹീദാവുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മകനായിരുന്ന കാസിം എന്നവരും അവിടെ വെച്ച് ഷഹീദാവുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മകൻ ടെന്റിൽ രോഗബാധിതയായിട്ട് കിടപ്പിലാണ്. ആ സമയത്ത് ആ മകൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ യുദ്ധത്തിന് പോകട്ടെ എന്ന്. ഹുസൈൻ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുന്നില്ല. ആ സമയത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 1.5 വയസ്സായിട്ടുള്ള അലി അസ്ഗർ കരയുന്നത് വെള്ളം വേണ്ടിയിട്ട്. ആ മകനെ എടുത്തുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്ന എതിരാളികളുടെ അടുത്തേക്ക് പോകുന്നത്. എന്റെ മകൻ ഇവിടെ വിശന്ന് കരയുകയാണ്, അവന് ഒരു തുള്ളി വെള്ളം കൊടുക്കണം, ആ നദിയിൽ നിന്ന് വെള്ളം എടുക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകണമെന്ന് അദ്ദേഹം പറയുകയാണ്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, കുഞ്ഞിന് വേണ്ട വെള്ളം ഞങ്ങൾ കൊടുക്കാം, കുഞ്ഞിനെ അവിടെ കിടത്തി നിങ്ങൾ മാറി നിന്നോളൂ എന്ന് അവർ പറയുകയാണ്. ആ സമയത്ത് അവരുടെ ചതിയിൽ വിശ്വസിച്ചുകൊണ്ട് 1.5 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ കിടത്തുകയാണ്. ദാഹിച്ച് വലഞ്ഞിരുന്ന ആ കുഞ്ഞിന്റെ തൊണ്ടയിലേക്ക് അവർ അമ്പെയ്ത് വിടുകയാണ്. അപ്പോ തന്നെ രക്തം ചീറ്റി ആ കുഞ്ഞ് മരണപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചങ്ക് പൊട്ടിക്കൊണ്ടാണ് ആ കുഞ്ഞിന്റെ വായിലുള്ള അമ്പ് പറിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ടെന്റിലേക്ക് ഓടിപ്പോകുന്നത്, ഉമ്മയുടെ അടുത്തേക്ക്. ഉടനെ ടെന്റിൽ നിന്ന് വലിയ ബഹളങ്ങൾ വരുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ തന്റെ കുഞ്ഞിന്റെ ചോരൊലിക്കുന്ന മൃതദേഹമായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ടെന്റിലേക്ക് വരുന്നത്. അത്രമേൽ ക്രൂരതയോടെയാണ് പ്രവാചക കുടുംബം കർബലയിൽ സാക്ഷിയാവുന്നത്. ഒരുപാട് പേര് ഷഹീദായി, ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിന്റെ ദുൽഫുഖാൻ വാളെടുത്തുകൊണ്ട് പ്രവാചകൻ തനിക്ക് നൽകിയ തലപ്പാവിട്ടുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഒരുപാട് പേരെ അദ്ദേഹം കൊലപ്പെടുത്തുന്നുണ്ട്. ദാഹിച്ചവശനായ അദ്ദേഹം ആ നദിയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ ഒരു അമ്പ് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് തുളച്ച് കയറുന്നുണ്ട്. ഉടനെ വീണ്ടും അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കുതിരയിൽ നിന്ന് അദ്ദേഹം മറിഞ്ഞു വീണ് ഷഹീദാവുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതോടെ കുതിര ടെന്റിലേക്ക് മടങ്ങി പോവുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇല്ലാതെ കുതിര മാത്രം ടെന്റിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് ടെന്റിൽ നിന്നും വീണ്ടും അലർച്ചകൾ ഉണ്ടാകുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ വിവരവും അവിടേക്ക് എത്തുന്നു.
വളരെ ക്രൂരമായ കാഴ്ചകളാണ് പിന്നീട് കർബല കാണുന്നത്. ഷഹീദായി കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മേലില് സമർ എന്നൊരു പടയാളി ഇരിക്കുകയും അദ്ദേഹത്തിന്റെ തല മുറിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതൊരു പിണ്ടത്തിലേക്ക് നാട്ടിക്കൊണ്ടുപോയാണ് തന്റെ ഭരണാധികാരിയായ ഇബ്നു സിയാദിന്റെയും യസീദിന്റെയും അടുത്തേക്ക് പോകുന്നത്. ടെന്നിലുണ്ടായിരുന്ന ഭാര്യയെയും രോഗിയായി കിടക്കുന്ന മകനെയും ഒക്കെ കുതിരയുടെ മേളിൽ വലിച്ചു കെട്ടിയാണ് അവർ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. ഇത് കണ്ട് സിയാദിനും യസീദിനും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് കൂഫയിലെ ജനങ്ങള് വളരെ വലിയ പ്രതിഷേധമാണ് ഈ ഭരണാധികാരികൾക്കൊക്കെ മുമ്പിൽ നടക്കുന്നത്. പ്രവാചകന്റെ കുടുംബത്തിന്റെ മേൽ ഇത്ര ക്രൂരമായ സംഭവം നടന്നതോടുകൂടെ ജനങ്ങള് ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്.